കൂട്ടുകാരായ കഥ പറയാൻ പോവാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാൻ കഥ പറയാം. മരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു കൊടുങ്കാട്. ആ കൊടുങ്കാട്ടിലൂടെ രണ്ട് കൂട്ടുകാരിങ്ങനെ നടന്നു പോവുകയാണ്. കുറേ ദൂരം അവർ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അവരുടെ മുമ്പിലേക്കൊരു കരടി എടുത്ത് ചാടി വീഴും. അപ്പോൾ ഈ കരടിയെ കണ്ട് വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടുകാർ പേടിച്ചു പോകും. അന്നേരം ഒരു കൂട്ടുകാരന് മരം കയറ്റം അറിയാം. അവൻ ഓടിച്ചാടി ഭയങ്കര സ്പീഡിൽ പോയിട്ട് അവനൊരു മരത്തിൻ്റെ മേളിലേക്ക് വലിഞ്ഞു കയറും. അപ്പോൾ മറ്റേ കൂട്ടുകാരനാണെങ്കിലോ അവനിത് മരം കയറാൻ അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആദ്യമേ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് അവൻ പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞ് താഴത്തേക്ക് വീഴും. എന്നിട്ട് ചത്ത പോലെ കിടക്കും. ശ്വാസം പിടിച്ചു വെച്ച് ചത്ത പോലെ അവനിങ്ങനെ കിടക്കും, മലർന്ന് കിടക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് കരടി അടുത്ത് വന്ന് കൂട്ടുകാരനെ ഇങ്ങനെ മണത്തൊക്കെ നോക്കും. എന്നിട്ട് പറയും, ഇവൻ എന്തായാലും ചത്തുപോയി, ഇവൻ എന്തായാലും ക്ലോസ് ആയെന്നാണ് തോന്നുന്നത്, എനിക്ക് ചത്തൊന്നും വേണ്ട, ഞാൻ കഴിക്കത്തില്ല ചത്തൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കരടി പതുക്കെ അവിടെ നിന്ന് നടന്നു പോകും. അപ്പം ഇതെല്ലാം ഇവൻ്റെ അടുത്ത് കരടി വരുന്നതും സംസാരിക്കുന്നതും എല്ലാം മേളിയിരിക്കുന്ന കൂട്ടുകാരൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കരടി വന്നിട്ട് അടുത്തുനിന്ന് പോയി കഴിഞ്ഞപ്പം ഇവൻ പതുക്കെ മരത്തിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരൻ അടുത്ത് വരും. കരടി ചോദിക്കും, എടാ നിൻ്റെ അടുത്ത് എന്തുവാണ് കരടി സ്വകാര്യം പറഞ്ഞല്ലോ, എന്തുവാണ് കരടി പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും, നിന്നെപ്പോലുള്ളവരെ കൂടെ കൂട്ടരുതെന്നാണ് കൂട്ടുകാരൻ അതിൻ്റെ അടുത്ത് കരടി പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ മുഖമൊക്കെ മാറും. അപ്പോൾ ഇവൻ അവിടെ നിന്ന് നടന്നു പോകും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ആപത്ഘട്ടത്തിൽ ഒരു അപകട ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടുകാരനാകത്തില്ല. ആപത്ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാണ് കൂട്ടുകാരൻ. അല്ല ആപത്ഘട്ടത്തിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവൻ ഒരിക്കലും ഒരു നല്ല കൂട്ടുകാരനല്ല. അതാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇത്രയുള്ള കൂട്ടുകാരെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ.